ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും വെച്ചൊരു പപ്സാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സവാളയും അതുപോലെ തന്നെ തക്കാളിയുമാണ്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്ത് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ തൊട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ സവാള ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യുന്ന ഉപ്പാണ്. അത് പെട്ടെന്ന് വാടിക്കിട്ടാനാണ് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പൊന്നിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും വാട്ടിയെടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ കരിയാപ്പിലയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു നുള്ളു മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കൊന്ന് വാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമുക്കൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശകലം കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ശകലം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഗോതമ്പൊടി ഒന്ന് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് എടുത്തിരിക്കുകയായിരുന്നു. അത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം.
അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ പരത്തി വെക്കാം. നമ്മൾ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നെയ്യ് ശരിക്കും നിവർത്തി കൊടുക്കാം. നമ്മൾ എണ്ണയല്ല യൂസ് ചെയ്യുന്നത്, നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സെറ്റാക്കി കൊടുക്കാം. ഗോതമ്പൊടി ഒന്ന് ശരിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് അടുത്ത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പോയാലും നമുക്ക് ഗോതമ്പൊടി ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് ശരിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പൊടി നമ്മൾ വിതറി സെറ്റാക്കിയിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് പോലത്തെ എടുത്ത് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ 4 ലെയറാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ലെയറും വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 4 ലെയറിനെ വീഡിയോ എടുത്ത് ഇത് കൂടുതൽ ലെങ്തി ആയിപ്പോയി വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ 2 സെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 സെറ്റും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കൊന്ന് പരത്തി കൊടുക്കാം. നല്ല വീതിക്ക് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ല വീതിക്ക് തന്നെ നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡ് ഫുള്ളൊന്ന് കത്തിയും വെച്ചൊന്ന് കണ്ടിച്ച് കളയാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം 4 സൈഡും. അപ്പോൾ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്ററിൽ കൂടെ ഒരു ഇതുപോലെ കട്ട് ചെയ്യണം. കറക്റ്റ് സെൻറ്ററിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് 4 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ട് മുട്ട നമുക്കൊന്ന് കീറിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ കീറി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുക്കർ ശരിക്കും ഹീറ്റ് ആവണം. അതിനുശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവുള്ളൂ.
അപ്പോൾ നമ്മൾ ശരിക്കും എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ലോ ഫ്ലെയിമിലാണ് കുക്കറൊന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പീസ് മുട്ടയെടുത്ത് നമുക്കൊന്ന് കമത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് 4 സൈഡും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം റെഡി ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ 4 ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുക്കറിനകത്തേക്ക് നമുക്ക് ഈ 4 ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ 4 ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. കൃത്യം 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ കുക്കർ ഒന്ന് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വെന്ത് സെറ്റായിട്ടുണ്ട് ഒരു സൈഡ്. അതുപോലെ തന്നെ അപ്പോൾ ഒരു സൈഡ് ശരിക്കും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ 4 സൈഡും ഇതുപോലെ തന്നെ ചരിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെക്കാൻ പോവാണ്. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് തുറന്നിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സൈഡ് വരാൻ വേണ്ടി നമുക്ക് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 ഇതുപോലെ തന്നെ ചരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിന് അടച്ചു കൊടുക്കാം. അപ്പോൾ 4 പ്രാവശ്യം ചരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പപ്സ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ.